മലപ്പുറം നിലമ്പൂരിൽ ക്ഷേത്രത്തിൽ കരടി. തേൽപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിലാണ് കരടി എത്തിയത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, ഇത് ഇന്നത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഈ പ്രദേശത്ത് തന്നെയാണോ കരടി ഇപ്പോഴും ഉണ്ടാവുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ പ്രദേശത്ത് നേരത്തെയും കരടി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ തേൾപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഈ കരടി എത്തിയത്. അതായത് കഴിഞ്ഞ പല സമയങ്ങളിലും സമാനമായ രീതിയിൽ ഈ കരടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൽ ഉള്ള നെയ്യും എണ്ണയും കുടിക്കുന്നതിന് വേണ്ടിയാണ് കരടി ഈ ഭാഗത്തേക്ക് വന്നിരുന്നത്. ഇത് പല ഘട്ടങ്ങളിലും വന്നതോടുകൂടി ക്ഷേത്രം ഭാരവാഹികൾ ഇതിന് ചുറ്റും ഈ ക്ഷേത്രത്തിന് ചുറ്റും സ്റ്റീൽ കമ്പികൾ ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനം ഒരുക്കിയിരുന്നു. ഇതോടെ തന്നെ ഇപ്പോൾ കരടിക്ക് അകത്ത് കയറാൻ കഴിയില്ല. പക്ഷേ ക്ഷേത്രത്തിന്റെ പരിസരത്തും ഭാഗത്തൊക്കെ വന്ന് കരടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല പ്രദേശത്ത് റബ്ബർ തോട്ടമുണ്ട്. ഈ റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച തേൻപെട്ടിയിൽ നിന്നും തേൻ കുടിക്കാനും ഈ കരടികൾ എത്താറുണ്ട് എന്നുള്ളതാണ്. 2 വർഷമായി ഈ പ്രദേശത്ത്, അതായത് ഈ അമരമ്പലം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ തേൾപ്പാറ എന്ന് പറയുന്നത്. ഇവിടെ കഴിഞ്ഞ 2 വർഷമായി സമാനമായ രീതിയിൽ കരടിയെ കാണുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ കവളമുക്കട്ട ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കരടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ തവണ ഈ കടുവയുടെ സെൻസസിനിടെ വനപാലകർ തന്നെ ഈ ഭാഗത്ത് 2ൽ കൂടുതലധികം ഒന്നിലേറെ കരടികളെ കണ്ടതായും പറയുന്നുണ്ട്. ഈ ഏതാനും നാളുകൾക്ക് മുൻപ് സമീപത്തെ ഒരു വീട്ടിൽ സമാനമായ രീതിയിൽ കരടി എത്തുകയും വാതിലൊക്കെ പൊളിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യത്തെ അനുഭവമല്ല. നേരത്തെയും സമാനമായ രീതിയിലുള്ള കരടി ഇവിടെ രാത്രികളിൽ എത്താറുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ വേലിയൊക്കെ ഒരുക്കിയിരുന്നത് എന്നുള്ളതാണ്. ഈ പ്രദേശത്തെ തേൻകൂടുകളിൽ നിന്ന് തേൻ ഭക്ഷിക്കാനും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ നിന്നുള്ള വെണ്ണയും നെയ്യും ഒക്കെ കുടിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നേരത്തെ ക്ഷേത്രം തകർത്തുകൊണ്ട്, ക്ഷേത്രത്തിന്റെ വാതിൽ ഉൾപ്പെടെ തകർത്തുകൊണ്ട് ഉള്ളിൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ വേലി ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഈ കരടിയെ പിടികൂടാനുള്ള ഒരു നടപടി വേണമെന്നുള്ളതാണ്. അതാണ്, ഒരു സുരക്ഷാ വേലി സ്ഥാപിച്ചത് കൊണ്ട് അത് എത്രത്തോളം ശാശ്വതമാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ജംഷീർ പറഞ്ഞല്ലോ, ഇതിനു മുമ്പും പല സമയത്ത് കരടി ഇറങ്ങിയ ഒരു പ്രദേശമാണ് എന്നുകൂടി. അപ്പോൾ ഒരു നടപടിയിലേക്കൊന്നും വനം വകുപ്പ് മറ്റോ കടന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? നേരത്തെ കൂട് സ്ഥാപിച്ചിരുന്നു, അതായത് കരടിയെ പിടികൂടാൻ. അതായത് ഇതിപ്പോൾ രാത്രിയാണ്, പക്ഷെ പുലർച്ചെ സമയങ്ങളിലൊക്കെ പല സമയങ്ങളിലും ആ ഭാഗങ്ങളിൽ കരടി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ സമയങ്ങളിൽ കരടിയെ പിടികൂടാനായി കൂടുകളൊക്കെ സ്ഥാപിച്ചെങ്കിലും കരടിയെ പിടികൂടാനായിരുന്നില്ല എന്നതാണ്. പിന്നീട് ആ ശ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ചു. പക്ഷെ ഇപ്പോൾ വീണ്ടും കരടി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ ആളുകളൊക്കെ ആശങ്കയിലാണ്. വീടുകളുള്ള പ്രദേശമാണ്. രാവിലെയൊക്കെ കുട്ടികളൊക്കെ പുറത്തിറങ്ങി പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ കരടിയെ പിടികൂടാൻ ഇപ്പോൾ വീണ്ടും കരടികൾ എത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒന്നല്ല അതിലധികം കരടികൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരടികളെ പിടികൂടാൻ വേണ്ട നടപടികൾ എത്രയും വേഗത്തിൽ സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ഇന്ന് പുലർച്ചെ ആ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത് ജംഷീർ. അതിനുശേഷം പ്രദേശത്തോ അല്ലെങ്കിൽ ആ മേഖലയിലോ കരടി വീണ്ടും കാണപ്പെട്ടോ? ഇല്ല, ഇന്ന് CCTV പരിശോധിച്ചപ്പോഴാണ് ഇന്ന് ഈ കരടിയുടെ ദൃശ്യങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അതേസമയം തന്നെ ആ പ്രദേശത്ത് മറ്റെവിടെയെങ്കിലും ഈ കരടി ഇങ്ങനെ കയറുകയോ ഉപദ്രവിക്കുകയോ ചെയ്തതായിട്ട് ഇപ്പോൾ വിവരമൊന്നും ലഭ്യമായിട്ടില്ല. രാത്രിയോടുകൂടി പകലാകുമ്പോഴേക്കും കരടി മറ്റെവിടെയെങ്കിലും കാട് കയറി മറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ ആദ്യഘട്ടങ്ങളിലൊക്കെ ഇതുപോലെ അർദ്ധരാത്രികളിലും രാത്രികളിലൊക്കെ ആയിരുന്നു. പക്ഷേ ചില ഘട്ടങ്ങളിൽ നേരം ഇരുട്ടുമ്പോഴേക്കും, അതായത് വൈകുന്നേരങ്ങളിലും അതോടൊപ്പം തന്നെ പുലർച്ചകളിൽ, ഈ വൈകുന്നേരങ്ങളിൽ ഇറങ്ങിയ കരടി പുലർച്ചെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ പുലർച്ചെ മദ്രസകളിലും അതോടൊപ്പം തന്നെ സ്കൂളുകളിലൊക്കെ രാവിലെ പോകുന്ന കുട്ടികളൊക്കെ ഇത് കാണുന്ന ഒരു സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് കരടി എന്നുള്ളത് വലിയ തരത്തിൽ മനുഷ്യരെ ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു ജീവി കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. ഇപ്പോൾ അർദ്ധരാത്രിയാണ് കണ്ടതെങ്കിൽ പോലും അതിന് പകലും പുലർച്ചെയും അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ കണ്ട സാഹചര്യങ്ങൾ നിലവിൽ ഈ പ്രദേശങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കരടിയെ പിടികൂടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം, കൂട് ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്.